ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങിയതിന് ശേഷമുള്ള ഇന്നത്തെ തിരക്കാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നല്ല കിട്ടലായിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇന്നത്തെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്ത് 2 നാൾ കൂടിയാണ് ഡിസ്കൗണ്ട് സെയിൽ ഉള്ളത്. 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് സെയിൽ തീരുന്നതായിരിക്കും. നിങ്ങൾ അതിന് മുമ്പൊക്കെ വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താണ്ടെ പൂച്ചെടികളാവട്ടെ പഴച്ചെടികളാവട്ടെ എന്ത് സാധനമാണെങ്കിലും താണ്ടെ എത്രയോ പേരാണ് വന്ന് നിൽക്കുന്ന ആവശ്യമുള്ള സാധനം എടുക്കാനായിട്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം വന്ന് നമ്മളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അന്നേരം കണ്ടിട്ടുള്ളവർ വന്നിട്ടുള്ളവർ ഇതിനകത്ത് കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ലപോലെ റോസ് ആവട്ടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ റോസാണ്. കൂടുതൽ റോസ്, ആന്തൂറിയം, അതേപോലെ തന്നെ പൂച്ചെടികളും, അതേപോലെ തന്നെ മാവിനങ്ങൾ, നാട്ടു മാവിനങ്ങളൊക്കെയാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കുളമ്പി മാവാവട്ടെ, നമ്മളെ വീട്ടിലൊക്കെ ഒരു മാവോ അല്ലെങ്കിൽ ഒരു പ്ലാവ്, അതേപോലെ സിന്ദൂർ റെഡ് വരിക്കപ്ലാവ്, അതേപോലെ തന്നെ കറിവേപ്പ് മുതൽ പല സാധനങ്ങളും ഉണ്ടായതിനാൽ ആളുകൾ വരുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് പോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തതാണ് പോകുന്നത്. അതേപോലെ തന്നെ റംബുട്ടാൻ, അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, കുരുമുളക്, വള്ളിയായിട്ട് വിളിക്കുന്ന കുരുമുളക്, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ബുഷ് ഓറഞ്ച്, അരൂത, മുരിങ്ങ, സ്ട്രോബെറി, പേര, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വാഴ മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ചെറുതിൽ കുലയ്ക്കുന്ന ഒരു കരവിത്ത് വളർത്തിയ വാഴ മുതൽ ഇൻഡോർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ബിഗോണിയൊക്കെ അത്യാവശ്യം നല്ല സെയിലായിട്ടാണ് പോണത്. അതേപോലെ റോസാണല്ലോ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ തന്നെ റോസിന് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അതിനകത്ത് തന്നെ ഒരുപാട് പേര് റോസിൻ്റെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അന്നേരം അവരുമൊക്കെ വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആശ്രമം മൈതാനത്ത് ഇപ്പം നടക്കുന്ന എക്സിബിഷനിൽ നാളെയും മറ്റന്നാളും 2 ദിവസം കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ ഇവിടെ വന്ന് ചോദിക്കുക. ഇവിടെ ചേട്ടന്മാരുണ്ട്, ചേട്ടന്മാർ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രൂണിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു സംശയങ്ങളൊക്കെ ഒരുപാട് ഇനിയും മാറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് പ്ലാന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും നല്ല തിരക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡിലൊക്കെ കാർ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ആശ്രമം മൈതാനമാണ്. ആ മൈതാനത്ത് പാർക്കിങ് കുറവ് എന്നുള്ള നിലയ്ക്ക് തന്നെ പോകുന്നു. അതായത് ഞായറാഴ്ച എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ആവശ്യമുള്ളവരെല്ലാം ഇറങ്ങാറുണ്ട്. ഒന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബീച്ച്, അതേപോലെ തന്നെ പിന്നെ ഈ ഫെസ്റ്റ് നടക്കുന്ന ഈ ഒരു ആശ്രമ മൈതാനത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്. അന്നേരം കൊല്ലം പൂരം നടക്കുന്ന സ്ഥലമാണ് ആശ്രമം മൈതാനം. അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു കൂട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇനിയും ഒരുപാട് വരാനുണ്ട്. അന്നേരം ഇപ്പോഴത്തെ ഈ സെയിൽ 10-ാം തീയതി വരെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വരുമ്പോൾ തന്നെ കാണാൻ പറ്റും വലിയൊരു മഹാലാഭമേള എന്ന് പറയുന്ന ഒരു വലിയൊരു ബോർഡ് കാണാൻ പറ്റും. അങ്ങോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കേണ്ട ഒന്നുമില്ല, നേരെ വരിക, ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യുക, പോവുക. ഓക്കെ, എന്നിട്ട് ഡിസ്കൗണ്ട് ചോദിച്ച് മേടിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം ഡിസ്കൗണ്ടാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അന്നേരം നിങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് പ്രത്യേകം അത് ചോദിച്ച് ഡിസ്കൗണ്ട് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾ ഇവിടെ കാണണമെന്നില്ല, ഇവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ മറക്കരുത്, ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്താൻ ഈ മാക്സിമം ഈ ഒരു ഈ ഒരു ഡിസ്കൗണ്ട് മറ്റുള്ളവർക്കും കൂടെ എത്താനായിട്ട് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാതെ പോകരുത്. അന്നേരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും വീണ്ടും ചാനലിൽ വീഡിയോ ഇടാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു പ്രചോദനമാണ്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.